കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 15 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പ്രത്യാദി വായനയിൽ നമ്മൾ കാണുന്ന ഒരു തർക്കം, അത് ഗലാത്യർ 2-ാം അധ്യായം വായിച്ചാലും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഇടയ്ക്ക് ഒരു അഭിപ്രായ ഭിന്നത. പത്രോസ് പറഞ്ഞു, പരിച്ഛേദനമില്ലാതെ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പൗലോസ് പറഞ്ഞു, നീ ഒരു യഹൂദനാണെങ്കിലും നിൻ്റെ ചിന്താഗതി, നിൻ്റെ മനസ്സ് യഹൂദന് യോജിച്ചതല്ല. ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ പരിച്ഛേദനമല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഒരു പുതിയ സൃഷ്ടിയാവുക. അതല്ലേ കർത്താവ് പഠിപ്പിച്ച്. അങ്ങനെ അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മൾ കാണുകയാണ്, അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അവരത് പരിഹരിച്ചത് തല്ലിത്തീർക്കുമല്ല, അവർ പരിഹരിച്ചത് പ്രാർത്ഥിച്ചു തീർത്തു. അവർ പ്രാർത്ഥിച്ചപ്പോൾ അതിനുള്ള പരിഹാരം പൗലോസ് പറയാതെ തന്നെ പത്രോസ് ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, പരിച്ഛേദനത്തിൻ്റെ ആവശ്യമില്ല, അതല്ല പ്രധാനപ്പെട്ടത്. കാരണം വിജാതീയരോട് ഞാൻ വചനം പറഞ്ഞപ്പോൾ അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയുന്നത് ഞാൻ കണ്ടു, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഇടയിലും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പരിച്ഛേദനമല്ല, പൗലോസ് പറഞ്ഞ പോലെ പുതിയ സൃഷ്ടിയാവുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് ബോധ്യമായെന്ന്. നമ്മുടെ ഇടയിലാണേലും അഭിപ്രായ വ്യത്യാസം വരാം, നമ്മുടെ അഭിരുചിക്ക് വ്യത്യാസം വരാം, കഴിവുകൾക്ക് വ്യത്യാസം വരാം. പക്ഷെ അതിനെയൊക്കെ എടുക്കേണ്ട പോലെ എടുക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വളരെ കാതലായിട്ടുള്ള ഒരു സന്ദേശം നമുക്ക് നൽകുന്നത് കാണാൻ പറ്റും. പലരും പരക്കം വായുന്നത് കാണാൻ പറ്റും. എവിടെ പോയാലാണാവോ ഈ ഒരു പ്രശ്നം ഒന്ന് പരിഹരിച്ച് കിട്ടുക? എവിടെ ചെന്നാൽ, ആരെ കണ്ടുമുട്ടിയാൽ ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വരും? അങ്ങനെ ചിന്തിച്ച് ഇവിടെ അല്ലെങ്കിൽ വിദേശത്ത് എവിടെ വേണേലും പോകാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷം 15:7 നമുക്കെങ്ങനെ മറക്കാൻ പറ്റും? അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇതുപോലെ ഒന്ന് ജീവിക്കാവോ? അടുക്കളയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് അടുക്കളയിലേക്ക് വരും. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക. ഇന്ന് സഭയിൽ നമ്മൾ ഡൊമിനിക് സാവിയോയെ പ്രത്യേകം അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ്. ഈ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ 14 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചതേ ഉള്ളൂ. പക്ഷേ അനേകർക്ക് മാതൃകയായി മാറിയ ഒരു വ്യക്തി. 7ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ ഒരു നിയമാവലി എഴുതി വച്ചിട്ട് അത് കൃത്യമായിട്ട് പാലിച്ചു. ഇന്നും ആദ്യ കുർബാന സ്വീകരിക്കുന്നവർക്കും അതുപോലെ തന്നെ മുതിർന്നവർക്ക് പോലും പ്രയോജനപ്പെടുത്താവുന്ന നിയമാവലി ഉണ്ട്.
ഒത്തിരി പ്രായമൊന്നും ആവണമെന്നില്ല ആത്മീയരായി മാറാൻ. എത്ര പ്രായമായാലും നമ്മൾ ആത്മീയരാകണമെന്നുമില്ല. ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടമുണ്ടാകും. അത് നമ്മെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ വിളി യേശുവിനോട് ഐക്യപ്പെടാനും യേശുവിൽ ജീവിക്കാനുമുള്ള വിളി. അങ്ങനെയുള്ളവരെത്തുന്നത് പിതാവിലാണ്. അതാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സന്ദേശം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ ഞാൻ 35 വർഷമായിട്ട് കാരിസ്വാനുമായിട്ട് ബന്ധം, 34 വർഷം ഒരു പുരോഹിതനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ബലിയർപ്പിച്ചിട്ടുള്ളത് കാരിസ്വാവിൻ്റെ അൾത്താര. പട്ടം സ്വീകരിച്ചതും കാരിസ്വാവിൻ്റെ അൾത്താരയിൽ. ഇനി ഞാൻ അർപ്പിച്ച ബലികളിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ളവർ കാരിസ്വാനുമായിട്ട് ബന്ധമുള്ള വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പങ്കുവയ്ക്കാം. ഒരു ചൊല്ലുണ്ട്, ഇന്നിൻ്റെ മുറിവ് നാളെയുടെ ഊർജം. ഇന്നിൻ്റെ മുറിവ് എന്ന് പറയുന്നത് നാളെയുടെ ഊർജം. മുറിവേൽക്കാൻ ആർക്കാ ഇഷ്ടം? ഞാൻ ഈ കാരിസ്വാനിലേക്ക് ഡീക്കനായിട്ട് വന്നപ്പോഴും എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന പലരും അവർ കൈപിടിച്ച് കുലുക്കി പറഞ്ഞത് ഹാർട്ടി കണ്ടോളൻസസ് എന്നാണ്. പക്ഷേ അത് ഏറ്റെടുത്ത് ഞാനിങ്ങനെ പോന്നു. ഞാൻ ഇവിടെ വന്നതുകൊണ്ട് എനിക്കറിയാം എൻ്റെ ബാച്ചിലുള്ള ചിലർ മരിച്ചുപോയി. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളോട് നടന്ന് ചെയ്യാൻ പറ്റിയ വേറെ ആരും ഞങ്ങളുടെ ബാച്ചിലില്ല. അന്ന് മനസ്സിനെ മുറിപ്പെടുത്തുന്നൊരു കമൻ്റാണ് അവിടെ കേട്ടത്. പക്ഷെ അതെടുത്ത് മുമ്പോട്ട് പോയപ്പോൾ ദൈവം ചെയ്തൊരു കാര്യം ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്. എത്രയോ വ്യക്തികൾ ഉന്നത തലത്തിലുള്ള വേണേ ഡോക്ടർമാർ, എൻജിനീയർമാർ, വലിയ ബിസിനസ്സുകാർ, അങ്ങനെ എത്രയോ പേര് അവരുമായിട്ടുള്ള വളരെ അടുത്ത സ്നേഹബന്ധം. എനിക്ക് ഇവിടെ വരാതിരിക്കുകയായിരുന്നെങ്കിൽ ഇതുവെല്ലാം ഉണ്ടാകുമായിരുന്നു. അമേരിക്കയിലായിരുന്നപ്പോഴും പ്രൊവിൻഷ്യൽ ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഞാൻ തിരിച്ച് കാരിസ്വാന് ആവശ്യമുണ്ട് എന്നും പറഞ്ഞ് തിരിച്ചു പോകുന്നത്. ഇനി അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ശുശ്രൂഷയിൽ ഇങ്ങനെ വ്യാപരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ത്യാഗത്തിൻ്റെ കണക്കുകളുണ്ട്. നമ്മൾ ദൈവഹിതത്തിന് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുമ്പോൾ, ഞാൻ എവിടെയെങ്കിലും എത്തിയെന്ന് പറയാൻ വേണ്ടിയല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ വെട്ടിയൊരുക്കുന്ന അനുഭവങ്ങളുണ്ടാകും, മുറിപ്പെടുന്ന അനുഭവങ്ങളുണ്ടാകും. അതൊക്കെ എടുക്കേണ്ട പോലെ എടുക്കുകയാണെങ്കിൽ നാളെയുടെ ഊർജമായിട്ട് അത് മാറും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു മനോഭാവത്തോടെ ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, തീരുമാനമെടുക്കാം. അതിനുവേണ്ട കൃപയ്ക്കായി ഈ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഇതുവരെ ഇങ്ങനെ മുമ്പോട്ട് പോയെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് വ്യക്തികളുടെ പ്രാർത്ഥനയുണ്ട്. ഞാൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു പോരാനുള്ള കാരണവും ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന കിട്ടുന്നത് കാരിസ്മാനിലേക്ക് വന്നു കഴിഞ്ഞാലാണ്. അതുപോലെ തന്നെ ഒരു സുഖജീവിതത്തെക്കാൾ നമുക്ക് ആനന്ദം പകരുന്നത് കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ്. അതിന് ഏറ്റവും നല്ല വേദി കാരിസ്മാനാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പ്രൊവിൻഷ്യലച്ചൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ തിരിച്ചു പോക്കോളാം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തിന് വേണ്ടി ദൈവിക പദ്ധതി നിറവേറ്റാൻ വേണ്ടി ഏറ്റെടുത്താൽ അതിന് ഫലമുണ്ടാകും. ദൈവം അതിനുള്ള പ്രതിഫലം നൽകുമെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കായി ഈ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.